മൈത്രേനെ ഒരു പൊതുശല്യമായി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ലഹരി വസ്തുക്കൾ, കഞ്ചാവ്, MDMA പോലുള്ള ലഹരി വസ്തുക്കൾ നിയമവിധേയമാക്കണമെന്ന് ഒരാൾ ഇരുന്ന് അങ്ങ് പ്രസംഗിക്കുകയാണ്. ഇതിൽ അറിവുള്ളവർ പോലും ഇതിന്റെ ഉപയോഗം എത്ര മാരകമാണ് എന്ന് പറയുമ്പോഴാണ് വിവരദോഷിയായ, ഇക്കാര്യത്തിൽ വിവരമില്ലാത്ത ഒരാൾ ഇരുന്ന് പറയുന്നത് ഇത് നിയമവിധേയമാക്കണമെന്ന്. സത്യത്തിൽ ഇയാൾക്കെതിരെ കൃത്യമായ നിയമ നടപടി പോലീസിന്റെ, എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ടേ? കേരളത്തിലെ എക്സൈസ് ഇവിടെ ലഹരി എന്ന് പറയുന്നത് ഒരു മാരക വിപത്താണ് എന്ന് പറഞ്ഞ് ബോധവൽക്കരണം നടത്തുമ്പോൾ കേരളത്തിലെ യുവാക്കൾ, യുവതികൾ, കുട്ടികൾ മുതലായ ആളുകൾ ഇതിൻ്റെ പിടിയിൽ അകപ്പെടുന്നുവെന്ന് നമ്മളൊക്കെ വിലപിക്കുമ്പോൾ അതിലൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൈത്രേയൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. കേസെടുത്ത് കൃത്യമായ നടപടി സ്വീകരിക്കുക എന്നൊരു കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടത്. കാരണം ഒരു തലമുറയെ ആകെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ ഇയാൾ ഈ പറയുന്ന ഫേസ്ബുക്കിലൊക്കെ കയറിയിരുന്ന്, യൂട്യൂബിലൊക്കെ കയറിയിരുന്ന് സംസാരിക്കുന്നത് എത്രയധികം ആളുകളെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. കാര്യം ഇപ്പോഴത്തെ പുതിയ തലമുറ പുരോഗമനത്തിന്റെ അങ്ങേയറ്റത്തെ അപ്പോസ്തലന്മാരാണ് എന്ന് സ്വയം കരുതുകയും സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എന്തും ചെയ്താലും ആരും ചോദിക്കരുത് എന്ന് പറയുന്ന ഒരു തലമുറയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറയിൽ നിന്ന് ഈ ഫ്രീ സെക്സിനെ പറ്റിയും ഫ്രീ കാര്യങ്ങളെ മറ്റ് സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയൊക്കെ വളരെയധികം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മൈത്രേയനെ പോലെ ഒരാൾ, അദ്ദേഹം അത് സംസാരിക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല, അത് സംസാരിക്കട്ടെ. അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ഇതും കൂടെ പറയുമ്പോൾ ആളുകൾക്ക്, പുതിയ കുട്ടികൾക്ക് പുരോഗമന ചിന്തയുള്ള, പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ, ലഹരിയൊക്കെ വളരെ ശരിയാണ്, ലഹരിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ ചുറ്റുപാടുകളും അതിൻ്റെതായ സവിശേഷതകളും ഒക്കെ ഉണ്ട്. അമേരിക്കയിലെ കാര്യം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇയാൾ ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത്. അമേരിക്കയിൽ എന്താ നടക്കുന്നതെന്ന് മൈത്രേയൻ അറിയാമോ? അമേരിക്കയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു മെഡിസിനൽ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ മെഡിസിനൽ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനവർ കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്വയം എല്ലാ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പാരസെറ്റമോൾ വാങ്ങുന്നത് പോലെ, മറ്റു കാര്യങ്ങൾ വാങ്ങുന്നത് പോലെ ഒന്നും മെഡിസിൻ കിട്ടത്തില്ല. അവിടെ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ടെസ്റ്റുകൾ ചെയ്ത് അവിടെ ഡോക്ടർ വിടും, ലക്ഷണം കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ട് മരുന്നുകൾ എഴുതുന്നത് പോലും മരുന്ന് എഴുതാൻ സ്പെഷ്യലൈസ്ഡ് ആയ മറ്റാളുകളാണ്. അവിടെ ഡോക്ടറല്ല മരുന്ന് എഴുതുന്നത്, മരുന്ന് എഴുതാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേറെ ഉണ്ട്, അവരാണ് അവിടെ മരുന്ന് എഴുതുന്നത്. അത്തരത്തിലൊരു ആരോഗ്യ സംവിധാനമുള്ള നാടാണ് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായ മോണിറ്ററിങ് ചെയ്തുകൊണ്ട് ആണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ എടുത്തിട്ട് കേരളത്തിൽ വന്നിട്ട് പറയുകയാണ്. മാത്രമല്ല അയാൾ പറയുന്നതിൽ വിഡിത്തം എന്താ? പറയുന്നതിൽ വിഡിത്തം എന്ന് പറയുന്നത് ഇതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നാണ് പറയേണ്ടത്, അല്ലാതെ ബൈക്ക് അപകടങ്ങൾ പെരുകുന്നത് കൊണ്ട് ബൈക്ക് നിരോധിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബൈക്കിനെയും ലഹരിയെയും തമ്മിൽ ഇയാൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ബൈക്ക് അപകടം നമുക്ക് സ്വാഭാവികമായി ഒരു യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു വണ്ടികൾ വന്നിടിച്ചാലോ ഒക്കെ നമുക്ക് ഒരുപക്ഷെ അപകടം പറ്റാം. അതിനെ തടയാനുള്ള ശ്രമങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് നടക്കുന്നത് കൊണ്ട് ഇപ്പം ഒരുപാട് വാഹനാപകടങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഈ വാഹനം എന്ന് പറയുന്നത്. അത് നല്ലൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഈ രണ്ടോ മൂന്നോ ലഹരി പദാർത്ഥങ്ങൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്കിതിന്റെ ആവശ്യം എന്താ? ഇതല്ലേ ചോദ്യം. ഒരു ഡിപ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്, ഇതല്ല. ആ മെഡിസിന് കൊടുക്കേണ്ടത് ഇവിടുത്തെ കൃത്യമായ ഹെൽത്ത് സംവിധാനങ്ങളുണ്ട്, ഇവിടെ അതോറിറ്റികളുണ്ട്, ആരോഗ്യ മന്ത്രാലയമുണ്ട്, ഡോക്ടർമാരുണ്ട്, വിവിധ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ചേർത്തുകൊണ്ട് കൃത്യമായ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് മെഡിസിൻ എഴുതുന്നുണ്ട്. ഇയാളെപ്പോലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ തന്നെ ധന്യക്കറിയാം നമ്മൾ നിൽക്കുന്ന ഈ കൊച്ചിയിലെ അവസ്ഥ എന്താ? രാത്രിയിലും വൈകിട്ടും എന്നില്ലാതെ ഈ പലതരത്തിലുള്ള ലഹരികൾക്ക് അഡിക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ ഇവിടെയും കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ അടുത്തൊരു നഗരത്തിൽ നിൽക്കുമ്പോൾ വൈകുന്നേരമല്ല രാത്രി 2 ഗ്യാങ്ങുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി നമുക്കറിയാം ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗം മൂലമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. എന്നിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാവാതെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് ഇത് പലരും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു തലമുറയാകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലരും പറയും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ വിഷയം, മദ്യം കുടിക്കുന്നില്ലേ, മദ്യം പോലെയാണ് രാസലഹരി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ഇവിടെ. അല്ല,
നിങ്ങളുടെ ഞരമ്പുകളെ, നിങ്ങളുടെ ന്യൂറോ സിസ്റ്റത്തെ ആകമാനം ഇല്ലാതാക്കി കളയുന്ന ഒരു മാരകമായ വിപത്താണിത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. ഒരച്ഛനും അമ്മയും ഒരു കുഞ്ഞിന് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ആ കുഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, ലഹരിയൊക്കെ അഡിക്റ്റഡായി അവസാനം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒന്നുമല്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതിനൊക്കെ അഡിക്റ്റഡായിട്ട് ആരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അബ്യൂസ് ചെയ്യുമ്പോൾ, കുത്തിക്കൊല്ലുമ്പോൾ ഈ കണ്ടു നിൽക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ മൈത്രേയൻ ചെയ്യുന്നത്. അതുകൊണ്ട് മൈത്രേയൻ എന്ന് പറയുന്ന ഈ പറയുന്ന ആളുടെ നാവിന് വിലങ്ങിട്ടില്ല എങ്കിൽ, അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ പറയേണ്ടത് മാത്രമേ പറയാവൂ. ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. അതൊരു വലിയ ഒരു തലമുറയെ തന്നെ സ്വാധീനിച്ച് ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇയാൾക്കെതിരെ കേസ് എടുത്തേ പറ്റുള്ളൂ എന്നുള്ള കൃത്യമായ നിലപാടിലാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് ഇവിടെ പല ആളുകളുടെ അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ പോലീസ് കമ്മീഷണർക്കോ എക്സൈസിനോ ഒക്കെ പരാതി കൊടുക്കട്ടെ. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കട്ടെ. നമ്മുടെ പോലീസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എക്സൈസിനൊക്കെ പരാതി കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ എടുക്കൂല കേസ്. ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമാണ് ഇവർ സ്വമേധയാ കേസ് എടുക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലെങ്കിലും കേസ് എടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ധന്യക്ക് കുറച്ചും കൂടെ മൈത്രേയനെ പറ്റി പറയാനുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞത് ശരിയാണ്. ഈ മൈത്രേയൻ എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഇപ്പോൾ പാർപ്ലൻ നമ്മുടെ മീഡിയ മലയാളത്തിലൊരു വാർത്തക്കിടയിൽ പറഞ്ഞതുപോലെ എന്നെ കണ്ടാൽ കുളിക്കണം എന്നാണ് മൈത്രേയൻ പറഞ്ഞത്. അപ്പോൾ പാർത്തൻ പറഞ്ഞു മൈത്രേയനെ കണ്ടാൽ കുളിച്ചാൽ നാറ്റാൻ തീരില്ല. ശരിയാണ്. കാരണം അയാൾ പറയുന്നതൊക്കെ അയാളുടെ സ്വാതന്ത്ര്യമാണ്, ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ. അതിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ അംഗീകരിക്കില്ല. കാരണം 18 വയസ്സാവുമ്പോൾ ഒരു ആള് പ്രായപൂർത്തിയായി, ശരി, അത് അംഗീകരിക്കുന്നു. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എങ്ങനെയോ വളരട്ടെ. അപ്പൊ അവര് ലഹരിക്ക് അടിമയായാൽ നമ്മൾ നിയന്ത്രിക്കാൻ പോകരുത്. കാരണം അവർക്ക് 18 വയസ്സായി, അവർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ നമ്മൾ അവരെ നിയന്ത്രിക്കാൻ പോകരുത്. അവരിനി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അവളെ മാനസികവും ശാരീരികമായി ഉപദ്രവിച്ചു, അവളെ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്നു, പക്ഷെ നമ്മൾ ചോദിക്കാൻ പോകരുത്. കാരണം അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഇതൊന്നും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ വളർന്ന രീതി അങ്ങനെയല്ല. നമ്മൾ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അച്ഛനമ്മമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ടീച്ചർമാരൊക്കെ പറയുന്നത് അടിച്ച് മക്കളെ വളർത്തണമെന്നാണ്. നിങ്ങൾ ഈ ഓവർ സ്വാതന്ത്ര്യവും മോട്ടിവേഷൻ സ്പീച്ചും അത് മക്കൾ, അമ്മമാരും അച്ഛന്മാരും ഫ്രണ്ട്സാണ് എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് ആ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലും, എല്ലാ കാലഘട്ടത്തിലും വേണം മക്കൾക്ക്. അച്ഛനമ്മമാരോട് എല്ലാം തുറന്നു പറയണം. പക്ഷേ ഒരു ലിമിറ്റ് നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ വെക്കണം. അല്ലെങ്കിൽ ആ ലിമിറ്റ് അവർ ക്രോസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവിടെ വർക്ക് ചെയ്ത ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്. അവരെന്നോട് ചോദിച്ചതാണ്, 18 വയസ്സ് കഴിയുമ്പോൾ നിന്റെ മകന് പിന്നെ എന്താ, അവൻ മന്ദബുദ്ധിയാണോ, അവന് ബുദ്ധിയില്ലേ, പിന്നെ അവന് ചിന്തിക്കാനുള്ള കഴിവില്ല, അപ്പോൾ ഇപ്പോഴും അവൻ മന്ദബുദ്ധിയാണോ എന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. 18 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മകൻ മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ അവന് ബുദ്ധി, ഇതൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. അവർക്ക് അവരുടേതായ ഒരു മാനസിക വളർച്ച, നല്ലതേത് തെറ്റേത്, ഇപ്പോൾ എത്ര പിന്നെ ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിലും ഒരു പിന്നെ എന്താ പറയുക, ഒരു ലഹരി പാർട്ടിയുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായ ഒരാൾ പറയണം, ഒന്ന് രുചിച്ചു നോക്കടാ, ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വഴിതെറ്റിപ്പോയി എത്രയോ പിള്ളേരെ എനിക്കറിയാം. അവരുടെ അമ്മമാർ വന്നിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തെറ്റ്, അത് ആ പോക്ക് അങ്ങനെയല്ല. നീ വാഹനം കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മകനോട് പറയുകയാണ്, നിന്നെക്കാളും സ്പീഡ് കൂട്ടി ഒരാൾ വാഹനം ഓടിച്ച് നിന്റെ പ്രായമുള്ള ഒരാൾ പോകുമ്പോൾ നിനക്ക് സ്വാഭാവികമായും മനസ്സിൽ തോന്നും നിനക്ക് അവനേക്കാൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി പോകണമെന്നുള്ളത്. പക്ഷെ അപ്പം നീ ചിന്തിക്കേണ്ടത്, നീ അങ്ങനെ പോകുമ്പോൾ നിനക്കുണ്ടാകുന്ന അപകടങ്ങൾ, നിന്നെ ഓർത്ത് നിന്റെ വീട്ടിലിരിക്കുന്നവർക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന വേദന, നീ പുറത്തിറങ്ങുമ്പോൾ നീ കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന അപകടങ്ങൾ. അപ്പൊ ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നീ അവനെക്കാളും സ്പീഡിൽ പോകണോ വേണ്ടേ എന്ന് നീ സ്വയം. ഇത് നമ്മൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തണം. 1-2 തവണ നമ്മൾ ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ അവരുടെ ബുദ്ധി വികസിക്കുക, അല്ലെങ്കിൽ അവർ അതിലേക്ക് പോകും. 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ഒരാൾ ഇൻഡിപെൻഡന്റ് ആയി പിന്നെ അവരെ നമ്മൾ നോക്കണ്ട. ഇപ്പൊ കനിയെ കുസൃതി മൈത്രേയൻ വിട്ടിരിക്കുന്നത് അങ്ങനെയായിരിക്കും.
ഇപ്പൊ പാർത്ഥന്റെ അമ്മ പാർത്ഥനെ വിളിച്ച് ചോദിക്കാറില്ലേ, പാർത്ഥ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ പാർത്ഥൻ ആഹാരം കഴിച്ചോ, തിന്നോ, കുടിച്ചോ, കുളിച്ചോ, കറക്റ്റായിട്ട് ജോലിക്ക് പോകുന്നുണ്ടോ, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടോ, കൃത്യസമയത്ത് ഫുഡ് കഴിച്ചോ എന്നൊക്കെ പാർത്ഥന്റെ അമ്മ വിളിച്ച് ചോദിക്കാറില്ലേ? അപ്പം 18 വയസ്സായി, ഇനി അവൻ എങ്ങനെ തോന്നിയ ദിവസം പോലെ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നത് മൈത്രേനെ പൊതുശല്യമായല്ല കണക്കാക്കേണ്ടത്, അയാളെ പിടിച്ച് അകത്തിട്ടിട്ട് 4 നല്ലത് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഈ തലമുറയെ വഴിതെറ്റിക്കാൻ ആരിറങ്ങി തിരിച്ചാലും അവനൊക്കെ ഒരു പാഠമായിരിക്കുന്ന മൈത്രേയൻ എക്സൈസ് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും.